ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഒരു വീഡിയോ കൂടെ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അടിയനൊരു സാവകാശം ഒന്ന് ഓർത്ത് ഞാൻ അദ്ദേഹത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് സങ്കീർത്തന ഭാഗത്തിൽ നിന്ന് ദൈവം തന്ന ഒരു ആലോചന നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. പ്രൈസ് ലോർഡ്. അതിനാധാരമായി 103 സങ്കീർത്തനം അതിൻ്റെ 13 വാക്യം നമ്മളൊന്ന് വായിക്കുകയാണ്. അതിങ്ങനെ പറയുന്നു: അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. 14 വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ NLT വേർഷനിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആസ് എ ഫാദർ കമ്പാഷൻ ഓൺ ഹിസ് ചിൽഡ്രൻ, സോ ദ ലോർഡ് ഹാസ് കമ്പാഷൻ ഓൺ ദോസ് ഹൂ ഫിയർ ഹിം. മലയാളത്തിൽ പറയുന്നു: അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഈ ലോകത്തിൽ അപ്പൻ്റെ വാത്സല്യം അനുഭവിച്ചവരാണ് എല്ലാ മക്കളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൻ ഒരുപക്ഷെ അപ്പം പറയുന്ന പോലെ നമ്മൾ അനുസരിക്കാതിരിക്കുമ്പോൾ അപ്പം ചിലപ്പം ദേഷ്യപ്പെട്ടേക്കാം, അപ്പന് അതൃപ്തി പ്രകടിപ്പിച്ചേക്കാം, ചിലപ്പം ചില ബാലശിശുകളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതും വന്നേക്കാം. എന്നാൽ അത് നമ്മൾ നന്നാകാൻ വേണ്ടിയും നമ്മൾ നേരെയുള്ള വഴിക്ക് വരാൻ വേണ്ടിയൊക്കെയാണ് അപ്പൻ പലപ്പോഴും അത് ചെയ്യുന്നത്. ലോകപ്രകാരമുള്ള അപ്പൻ അങ്ങനെയൊക്കെ ചെയ്താലും ഉള്ളിൽ ആ പിതൃവാത്സല്യം മക്കളോടുള്ള അപ്പന്മാരെല്ലാം തന്നെ ആമേൻ അവരെ വഴക്കെല്ലാം പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവരോട് പോയി അവരെ പോയി ആശ്വസിപ്പിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അതുപോലെ മക്കൾക്കാണെങ്കിലും അപ്പം വഴക്ക് പറയുമ്പോൾ ഒക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമെങ്കിലും മക്കൾക്കും അപ്പനോടും അതുപോലെ തന്നെ ഒരു വാത്സല്യമുണ്ട്, ഒരു ബന്ധമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഉദാഹരിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിലുള്ള അപ്പൻ മക്കൾ ബന്ധത്തെക്കുറിച്ചാണ്. അങ്ങനെയെങ്കിൽ ആ ലോകപ്രകാരമുള്ള ഒരു അപ്പന് മക്കളോട് അങ്ങനെ കരുണ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വർഗീയ പിതാവിനെ എത്രയധികം തന്നിൽ ആശ്രയിക്കുകയും സ്നേഹിക്കുകയും തന്നെ ഭയപ്പെടുകയും ചെയ്യുന്ന ഭക്തന്മാരോട് തോന്നും എന്നാണ് നമ്മൾ വായിച്ച വാക്യം നമ്മളെ വരച്ചു കാട്ടുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ മലയാളത്തിൽ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു എന്ന് എഴുതിയിരിക്കുന്നെങ്കിൽ ഞാൻ വായിച്ച എല്ലാ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലും പ്രൈസ് ദി ലോർഡ്, ദ ലോർഡ് ഹാസ് കമ്പാഷൻ ഓൺ ദോസ് ഹൂ ഫിയർ ഹിം എന്നാണ് എഴുതിയിരിക്കുന്നത്. തന്നെ ഭയപ്പെടുന്ന ഏവരോടും യഹോവയ്ക്ക് കരുണ തോന്നുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. കമ്പാഷൻ തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താണ് ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുന്നത്? ദൈവം ഓഫ് കോഴ്സ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിനപ്പുറമായ ഒരു വലിയ ദൈവമാണ്, വലിയ ശക്തിയാണ്, അടുത്തുകൂടാൻ കഴിയാത്ത പ്രകാശത്തിൽ കഴിയുന്ന ദൈവമാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ തന്നെ ആ ദൈവം അത്രയും വലിയവനായ ദൈവമായതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടാൻ നമ്മൾ നിർബന്ധിതരാകുന്നു എന്ന നിലയിൽ, എനിക്ക് വേറെ ഒരു വഴിയില്ല, ദർ ഇസ് നോ ചോയ്സ് എന്ന നിലയിൽ ഒരടിമയെപ്പോലെ ഭയപ്പെട്ടിരിക്കുന്ന ഭയമല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന ഭയം. അങ്ങനെയെങ്കിൽ ആ കാഴ്ചപ്പാട് നമ്മൾ മാറ്റണം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ദൈവം വലിയവനും ഭയങ്കരനും ശക്തനുമായതുകൊണ്ട് മറ്റൊരു നിർവാഹവുമില്ല, ഈ ദൈവത്തെ അനുസരിക്കാതെ അല്ലെങ്കിൽ കീഴടങ്ങിയിരിക്കാതെ മറ്റൊരു നിർവാഹവുമില്ലെന്ന് പറഞ്ഞ് മനസ്സില്ലാ മനസ്സോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരടിമയെപ്പോലെ ഭയന്ന് പരവശരായി ഇരിക്കുവാൻ വേണ്ടിയല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ഭയത്തെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ദൈവഭയം എന്ന് പറയുന്നത്? ദൈവഭയം എന്ന് പറയുന്നത് ആ ദൈവത്തോടുള്ള ആഴമേറിയ സ്നേഹം, ആ ദൈവത്തോടുള്ള ആഴമേറിയ ബഹുമാനം, ആ ദൈവത്തോടുള്ള വലിയ ആശ്രയം, ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടെ കൂടിയതാണ് ദൈവഭയം എന്ന് പറയുന്നത്. അല്ലാതെ ഏതൊരു ഡിക്റ്റേറ്റർ ആയിട്ടുള്ള ഒരു ഏകാധിപതിയായിട്ടുള്ള ഒരു
ആടയിരിക്കൽ ഒന്നും തിരുവായിക്കെതിർവായില്ലെന്ന് പറഞ്ഞതുപോലെ ഭയപരവശരായിരിക്കുന്ന ഭയമല്ല. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഭയം അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളെയും അന്തരംഗങ്ങളെയും ശോധന ചെയ്തറിയുന്ന ദൈവമെന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിലുള്ള ആശ്രയം, ഹൃദയത്തിൽ നിന്നിൻ്റെ അടിത്തട്ടിൽ നിന്ന് ദൈവത്തോടുള്ള സ്നേഹവും, ആ ദൈവത്തോടുള്ള ആഴമേറിയ ബഹുമാനവും, ആത്മാർത്ഥതയുള്ള സിൻസിയറായിട്ടുള്ള ബഹുമാനവും ഭയഭക്തി ആദരവാണ് ദൈവം നമ്മളിൽ നിന്ന് നോക്കുന്നത്. അങ്ങനെ ദൈവത്തെ കാണുകയും അങ്ങനെ ദൈവത്തെ ആശ്രയിക്കുകയും അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയോട് കരുണ കാണിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് ദൈവവചനത്തിലൂടെ നമ്മൾ വായിച്ച് അറിയുവാനിടയായിട്ടിരുന്നത്. പ്രിയമുള്ളവരെ, ഇന്നൊരു പക്ഷേ നിങ്ങൾ ചില നിരാശയുടെ സാഹചര്യങ്ങളിലൂടെ എന്നെ കേൾക്കുന്ന പല സ്ഥലങ്ങളിലിരുന്ന് കേൾക്കുന്ന വ്യക്തികൾ, യു മേ ഗോയിങ് ത്രൂ ഡിഫിക്കൽട്ട് ടൈംസ് ഇൻ യുവർ ലൈഫ് അല്ലേ? പല ചിലപ്പോൾ ജോലിയിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഭാവിയുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കാം, ഫിനാൻഷ്യലി ആയിരിക്കാം, ഹെൽത്ത് വൈസ് ആയിരിക്കാം. ഈ ജീവിതയാത്രയിൽ ഒരുപക്ഷേ ആകുലപ്പെടുത്തുന്ന ആശങ്കപ്പെടുത്തുന്ന സിറ്റുവേഷനിലൂടെ നമ്മൾ ഒരുപക്ഷെ കടന്നു പോവുകയായിരിക്കാം. അവരോടാണ് ഇന്നത്തെ ആത്മീയ സന്ദേശം കർത്താവ് കൈമാറുന്നത്. നിന്നോട് കരുണ കാണിക്കുന്ന, നീ എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലായാലും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കരുണ കാണിക്കുന്ന ഒരു വലിയവനായ ദൈവത്തെ ആത്മാർത്ഥതയോടെ സ്നേഹിച്ചുകൊണ്ട് കർത്താവിൽ നിന്ന് പ്രതീക്ഷയർപ്പിച്ച ആ ദൈവമുഖം അന്വേഷിച്ചാൽ നമ്മളോട് കരുണ കാണിക്കുന്ന ഒരു മഹാദൈവമുണ്ട് എന്ന് ഇന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ഭൂമിയിലെ അപ്പന് തൻ്റെ മക്കളോട് കരുണ തോന്നുന്ന പോലെ വേദോസ്തത്തിന് ഒരു ഭാഗം ചോദിക്കുന്നുണ്ട്. അപ്പനോട് മുട്ട ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ, തേളിനെ കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ഭാവം ഒരിക്കലുമില്ല അല്ലേ? ഇന്നത്തെ അപ്പന്മാരൊക്കെ, മക്കളെ സ്നേഹിക്കുന്ന അപ്പന്മാരൊക്കെ മക്കൾക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കുവാനാണ് നോക്കുന്നത്. പ്രൈസ്. നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കെപ്പോഴും ബെസ്റ്റ് തരുവാൻ, ഏറ്റവും നല്ലത് തരുവാനാണ് എപ്പോഴും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനൊരു പക്ഷേ കാത്തിരിപ്പ് ആവശ്യമാണ്, ദൈവസന്നിധിയിലുള്ള ക്ഷമ ആവശ്യമാണ്, അതൊക്കെ മറുഭാഗം. പക്ഷെ ദൈവം എപ്പോഴും നമ്മൾ പ്രൈസ് ലോർഡ് ഏറ്റവും ബെസ്റ്റ്, കർത്താവിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് കർത്താവിൽ ആശ്രയിച്ച് മേടിക്കണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സ്വസ്ഥതയും കമ്പാഷനും ഗ്രേസും ഒക്കെ ദൈവത്തിൽ നിന്നുള്ള ആ ഫ്രീ ഗിഫ്റ്റുകളാണ് സത്യത്തിൽ. അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട്, നമ്മളെ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ അവിടുത്തെ സ്നേഹിച്ചുകൊണ്ട്, കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ദൈവത്തെ ബഹുമാനിച്ചുകൊണ്ട് ഭയത്തോടെ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവരായിരിക്കണം. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ മുഖത്തേക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയോടെ നോക്കുന്നുണ്ടോ? ചിലർ ചടങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ചില ചടങ്ങുകളൊക്കെ കഴിച്ചു പോകുന്നുണ്ട്. ഒന്ന് കുരിശു വരച്ച് പോകാം, ഒന്ന് പ്രാർത്ഥിച്ച് ആ ചടങ്ങ് തീർക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു നേരം ഒന്ന് ഫാസ്റ്റ് ചെയ്തിട്ട് നോക്കാം എന്നൊക്കെ പ്രതീക്ഷിച്ച് ഒരു ചടങ്ങ് പോലെ ഇത് കഴിച്ചു പോകുന്ന നാമമാത്ര ക്രിസ്ത്യാനികളും നാമമാത്ര ഭക്തകളും ഒക്കെയുള്ള ഈ കാലഘട്ടത്ത് ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, കർത്താവിൽ നിന്ന് ആത്മാർത്ഥമായി പ്രതീക്ഷിച്ചുകൊണ്ട്, കർത്താവിനെ ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട്, വിശ്വസിക്കുന്നിടത്തേ പ്രതീക്ഷകളുള്ളൂ, കർത്താവിനെ ആത്മാർത്ഥമായി ബഹുമാനിച്ചുകൊണ്ട് ഭക്തിയോടെ ഭയത്തോടെ തിരുമുഖം അന്വേഷിക്കുന്ന എത്ര പേരുണ്ട്. അവരോട് ഇന്ന് ദൈവം പറയുന്നു, നിന്നോട് കരുണ കാണിക്കുന്ന ഒരു നല്ല സ്വർഗീയ പിതാവുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുഖം തിരിച്ചു കളയുന്ന, ചെവി പൊത്തിക്കളയുന്ന ഒരു ദൈവത്തെയല്ല, മറിച്ച് തൻ്റെ ഭക്തന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ചെവി തുറന്ന് കണ്ണ് തുറന്ന് അത് കേട്ട് സ്വീകരിച്ച് അവരോട് കരുണ കാണിച്ച് അവരുടെ പ്രതിസന്ധിയിൽ നിന്ന് അവരെ കരകയറ്റുന്ന ഒരു നല്ല കർത്താവുണ്ടെന്നാണ് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. കരങ്ങൾ ഉയർത്തി ആ നല്ല കർത്താവിൻ്റെ സ്തോത്രം പറയാമോ? ആ ദൈവം നമ്മളെ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നില്ല. പ്രൈസ് ലോർഡ്. കഷ്ടകാലത്തിനെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളുമെന്നാണ് ദൈവവചനത്തിലൂടെ ദൈവം നമ്മളോട് നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നെങ്കിൽ കഷ്ടകാലത്ത് നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവാം കർത്താവിൻ്റെ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ, അല്ലെങ്കിൽ നിരാശ നമ്മളെ വന്ന് മൂടിയിട്ട് പ്രാർത്ഥനകളും ഉപവാസങ്ങളും ആരാധനകളും ദൈവാശ്രയങ്ങളും എന്നൊക്കെ മാറി സഞ്ചരിക്കുവാൻ.
കഷ്ടകാലത്ത് നമുക്കൊരു ടെൻഡൻസി ഉണ്ടാകാം, അത് മാനുഷികമാണ്. എന്നാൽ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാകുമ്പോൾ അത് ശത്രുവിൻ്റെ ഒരു ടാക്റ്റിക്കായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, ആമേൻ, സ്തോത്രം, നമ്മൾ കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ ശ്രമിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ കൂടുതൽ താഴുവാൻ ശ്രമിക്കണം. വേദപുസ്തകം വായിച്ച്, ദൈവവചനം വായിച്ച്, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച്, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച്, ദൈവത്തിൻ്റെ വഴികളിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പ്രതീക്ഷയോടെ ഇരിക്കുവാൻ നമ്മൾ തയ്യാറായാൽ നിശ്ചയമായും ആമേൻ അവിടുന്ന് ആമേൻ നമുക്ക് വേണ്ടി വരണ്ട നിലങ്ങളിൽ ആമേൻ മുൻമഴ പെയ്ച്ച് ആമേൻ ഹല്ലേലൂയ നമ്മളെ അനുഗ്രഹിക്കുന്ന നല്ല കർത്താവാണ്. പ്രിയമുള്ളവരെ, ഒരു വരണ്ട് കിടക്കുന്ന നിലത്ത് ഒരു തണുത്ത മഴ പെയ്യുന്നത് പോലെ ദൈവം തന്നെ നമ്മളോട് കരുണ കാണിക്കുമ്പോൾ, ദൈവം നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുമ്പോൾ, ആമേൻ, വരണ്ട് കിടക്കുന്ന ഒരു നിലത്ത് ഒരു തണുത്ത ഒരു നല്ല മഴ കിട്ടുന്നത് പോലെയുള്ള വലിയ ആശ്വാസങ്ങൾ, വലിയ സിറ്റുവേഷൻ ചേഞ്ച് നമുക്കുണ്ടാകുവാനിടയായിത്തരും. ഇതൊന്നും ലോകത്തിനോ മനുഷ്യർക്കോ നമുക്ക് തരുവാനോ അവർക്ക് നമ്മളെ സംതൃപ്തിപ്പെടുത്തുവാനോ കഴിയത്തില്ല. കാരണം ഹല്ലേലൂയ, ആമേൻ, കർത്താവാണ് ആശ്വാസദായകൻ. അവിടുന്നാണ് ഹീസ് അവർ പ്രൊവൈഡർ. മനുഷ്യന് നമുക്ക് ഉപകാരങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിലും അവർക്ക് പരിമിതികളുണ്ട്. പ്രശ്നം ദൈവത്തിന് there is no limit. There is no boundaries. There is no limit for God. Unless you limit God. നമ്മൾ ദൈവത്തെ ലിമിറ്റ് ചെയ്യാതിരുന്നാൽ മതി. ദൈവത്തിൽ നിന്ന് പ്രതീക്ഷയോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇരിക്കുന്ന മകനായാലും മകളായാലും അവരെ നിരാശപ്പെട്ടു പോകാൻ നമ്മുടെ ദൈവം അനുവദിക്കത്തില്ല. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ആശ്രയിച്ച് എത്ര പേർ പ്രാർത്ഥിക്കും, കർത്താവേ, അങ്ങനോട് കരുണ കാണിക്കണം, എനിക്കായി ഒരു നല്ല മഴയെ തരണം, അനുഗ്രഹത്തിൻ്റെ മഴ, ആമേൻ, അവിടുത്തെ കമ്പാഷൻ്റെ മഴയെ, അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ മഴയെ എനിക്കും തരണമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് കരുണ കാണിച്ച് നമ്മളെ സ്നേഹിച്ചതുകൊണ്ടാണ് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവം, ഈ സ്വർഗീയ പിതാവ്, ഈ ഭൂമിയിലേക്ക് അയച്ചത്. യഹോവയാം ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത് നമ്മളെ അത്രത്തോളം ദൈവം സ്നേഹിക്കുന്നുണ്ടാണ്. ആമേൻ. സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്ന ദൈവം സകലതും നിങ്ങൾക്ക് വേണ്ടി തരാതിരിക്കുമോ എന്ന് ദൈവവചനം ചോദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സോ നമ്മൾ ചോദിക്കുന്നതിനും നിനയ്ക്കുന്നതിനും അപ്പുറമായി തരുന്ന, നമുക്ക് ഏറ്റവും ബെസ്റ്റ് തരാൻ ആഗ്രഹിക്കുന്ന, നമ്മളോട് കരുണ കാണിക്കുന്ന ഒരു നല്ല കർത്താവാണ് നമുക്കുള്ളത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ആ ദൈവത്തെ ദുഃഖിപ്പിക്കുന്നവരും ആ ദൈവത്തിൻ്റെ വഴിവിട്ട് പോകാതിരിക്കുവാനും പോകുന്നവരുമാകാതെ കർത്താവിൻ്റെ വഴിയിൽ നിൽക്കുന്നവരും, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരും, ദൈവത്തെ സ്നേഹിക്കുന്നവരും, ദൈവത്തെ ബഹുമാനിക്കുന്നവരും, ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയരാകുന്നവരുമായി നമുക്ക് ജീവിക്കുവാൻ ഒരു തീരുമാനമെന്നെടുക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളെ അതിനായി സഹായിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ, കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തുതിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ തൻ്റെ ഭക്തന്മാരോട്, തന്നിൽ ആശ്രയിക്കുന്നവരോട്, തന്നിൽ വിശ്വസിക്കുന്നവരോട്, തന്നെ ഭയപ്പെടുന്നവരോട് അങ്ങ് കരുണ കാണിക്കുന്നു ഞങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് സ്തോത്രം. കർത്താവേ, ഏതെങ്കിലും വഴിയിൽ ഞങ്ങളങ്ങേ ആശ്രയിക്കാതെയും വിശ്വസിക്കാതെയും മാറി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ദൈവത്തോട് ക്ഷമ ചോദിക്കുകയാണ്. കർത്താവേ, എന്നെ കേൾക്കുന്ന ഓരോ സഹോദരി സഹോദരന്മാരെയും, അവർ ഏത് പ്രായത്തിലുള്ളവരായാലും, ഏത് രാജ്യത്ത് താമസിക്കുന്നവരായാലും, ഏത് സാഹചര്യത്തിൽ അവരായിരിക്കുന്നെങ്കിലും അവരോട് കരുണ കാണിച്ച് അവരായിരിക്കുന്ന ആ വരണ്ട അവസ്ഥകളെ, ആ വരൾച്ചയുടെ അനുഭവങ്ങളെ മാറ്റി യഹോവയുടെ മനസ്സലിവും ദൈവത്തിൻ്റെ ആമേൻ ആ അനുഗ്രഹത്തിൻ്റെ മഴയും ആശ്വാസത്തിൻ്റെ മഴയും വിടുതലിൻ്റെ മഴയുമൊക്കെ അവരെ അയച്ച് അനുഗ്രഹത്തോടെ അവരെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ദൈവത്തിനെ പ്രാർത്ഥിക്കുക. കർത്താവേ, ഹല്ലേലൂയ, വചനം പറയാനടിനെ സഹായിച്ചതിനായി സ്തുതിക്കുന്നു. അതിനെ കേൾക്കുന്ന ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ കർത്താവേ, ആമേൻ, ഈ വീഡിയോയിലൂടെ തന്നെ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, വലിയ ആശ്വാസവും വിടുതലും സൗഖ്യവും കർത്താവിൻ്റെ അറിയുവാൻ തക്കവണ്ണം അതൊരു മഴയായി അനുഗ്രഹത്തിൻ്റെയും വിടുതലിൻ്റെയും സൗഖ്യത്തിൻ്റെയും മഴയായിട്ടുള്ള ജീവിതത്തിൽ ഭവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈസ് എനിബഡി ഗോയിങ് ത്രൂ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഓൾസോ ലോർഡ്, ഹെൽപ്പ് ദം ലോർഡ്. ഹല്ലേലൂയ. അവരെ ജീവിതയാത്രയിൽ അനുഭവിക്കുന്ന എല്ലാ ക്ലേശങ്ങളും അവരെ വിടുവിച്ചാൽ ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ വീണ്ടും അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയാതിനെ കടനായ സ്തോത്രം എല്ലാം ഞങ്ങൾക്കായി ജീവൻ യേശുനാഥി പ്രാർത്ഥിക്കുന്നു. യേശു മൂലം സ്വർഗ്ഗ നല്ല പിതാവേ, ആമേൻ, ആമേൻ. നിശ്ചയമായി നമ്മളോട് കരുണ കാണിക്കുന്നൊരു ദൈവമുണ്ട്.
ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി, ദാസൻ്റെ കണ്ണ് യജമാൻ്റെ കയ്യിലേക്ക് എന്ന പോലെ, ദാസിയുടെ കണ്ണ് യജമാനത്തിൻ്റെ കയ്യിലേക്ക് എന്ന പോലെ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, ഭക്തിയോടെ, ഭയത്തോടെ നമുക്ക് നോക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.